ഹലോ ഗായ്സ്, മൊബൈൽസ് മെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് UV ഗ്ലാസ് എങ്ങനെ ഒട്ടിക്കാമെന്നാണ്. ടെമ്പേർഡ് ഗ്ലാസ് ആണ് ഈ കർവ്ഡ് ഡിസ്പ്ലേക്ക് വരുന്ന ഇതിന് UV ഗ്ലാസ് എന്നാണ് പറയുക. UV ഗ്ലൂ ഒഴിച്ചിട്ട് ലൈറ്റ് അടിച്ച് ഒട്ടിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് UVനെ കൊണ്ട് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ, UV ഒട്ടിക്കുന്നതിന് സർവീസ് വാറൻറ്റി കിട്ടുമോ ഇല്ലയോ എന്നുള്ള എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടേക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ UV ഗ്ലാസ് ഒട്ടിക്കാൻ പോകുന്നത് ഹുവാവി എന്ന ബ്രാൻഡിൻ്റെ ഹോണർ 195G എന്ന മോഡലാണ്. അപ്പം ഇത് UV ഗ്ലാസ് ഒട്ടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് സ്പീക്കർ ഇരിക്കുന്ന ഭാഗവും ബട്ടൺ ഇരിക്കുന്ന ഭാഗവും ചാർജിങ് പോർട്ട് കുത്തുന്ന സ്പീക്കറിൻ്റെ ഭാഗവും മൈക്ക് വരുന്ന ഭാഗവും നന്നായിട്ട് കവർ ചെയ്യുന്ന രൂപത്തിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കവർ ചെയ്യുക. അത് നമ്മൾ ലിക്വിഡ് ഒഴിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതായത് UV ഗ്ലൂ ഒഴിച്ചിട്ടാണ് UV ലൈറ്റ് വെച്ച് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൂ താഴോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഈ സ്പീക്കറിൻ്റെ ഹോളിലും മൈക്കിൻ്റെ ഹോളിലൊക്കെ ഇറങ്ങിപ്പോയാൽ ഹോൾ അടഞ്ഞിരിക്കാനും പിന്നെ ഡിസ്പ്ലേയുടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഡിസ്പ്ലേ പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം കവർ ചെയ്ത് സുരക്ഷിതമായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഫോണിൻ്റെ മുകൾ വശം, ഡിസ്പ്ലേയുടെ വശം പൊടിയൊന്നും കൂടാതെ ക്ലീൻ ചെയ്തെടുക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം, പൊടിയൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിൽ ഗ്ലൂ ഒഴിച്ചു കൊടുക്കുക. Dropping bodies in the place till the sun's out. Can't fuck with this, don't even try. Just let the bullets fly, I'm the last one to die. ഗ്ലൂ ഒഴിക്കുമ്പോൾ മാക്സിമം സെൻറ്റർ ഭാഗത്തും അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തും ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സൈഡിലേക്ക് ഇറങ്ങി പോകരുത്. ഒരു ബോട്ടിലിൽ വരുന്ന ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഒട്ടിക്കാൻ കണക്കാക്കിയിട്ടുള്ള ഗ്ലൂ ആയിരിക്കും വരുന്നത്. അതിൽ കൂടുതലോ കുറവോ ഒന്നും വരത്തില്ല. അപ്പോൾ അതിൽ പിശുക്കത്തിലൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് മുഴുവൻ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന ഗ്ലാസ്. അതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ ഇളക്കിയിട്ട് അതിന് മുകളിൽ ബബിൾ വരാത്ത രൂപത്തിൽ പതിയെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്താൽ ആ ലിക്വിഡ് തനിയെ അതിൻ്റെ മുകളിൽ തന്നെ ഒട്ടിയിട്ട് പരന്നിരിക്കും. പരന്ന് ബബിളൊന്നുമില്ല വന്നിട്ടില്ല എന്ന് ഉറപ്പ് വന്നാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വക്കൊക്കെ കോർണറൊക്കെ കറക്റ്റാക്കി വെക്കുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്ലോത്ത് എടുത്തിട്ട് സൈഡിൽ ചെറിയ രീതിയിൽ ഒലിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഗ്ലൂ ചെറുതായിട്ട് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ സൈഡിൽ കൂടെ ഒലിച്ചിറങ്ങും. അപ്പോൾ ഒലിച്ചിറങ്ങുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സൈഡൊന്ന് അപ്പം തന്നെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും ഒലിച്ചിറങ്ങത്തില്ല. അതിന് കണക്കായിട്ടുള്ള ഗ്ലൂവേ അതിനകത്ത് വരത്തുള്ളൂ. Black windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit from the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 and the gun down. Dropping bodies in the place till the sun's out. Can't fuck with this, don't even try. Just let the bullets fly, I'm the last one to die. സ്പീക്കർ ഇരിക്കുന്ന ഭാഗം പ്രത്യേകം സ്റ്റിക്കർ ഒട്ടിച്ച് കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആ ഭാഗത്ത് ചെറിയ രീതിയിൽ ഗ്ലൂ ഒക്കെ ഒലിച്ചിറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട്
ആ ഭാഗത്ത് ആദ്യം മുതൽ തന്നെ നമുക്ക് ലൈറ്റ് അടിച്ച് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിനു മുമ്പ് കോർണറൊക്കെ കറക്റ്റാണോ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈറ്റ് അടിച്ച് തുടങ്ങാം. നമ്മൾ ലൈറ്റ് അടിക്കാൻ തുടങ്ങിയാൽ സാധനം സ്പോട്ടിൽ ഒട്ടി തുടങ്ങും. അപ്പോൾ പിന്നീട് കോർണർ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഈ കർവ്ഡ് ഫോൺ എടുക്കുന്ന എല്ലാവർക്കുമുള്ള സംശയമാണ് UV ഒട്ടിക്കുന്നത് കൊണ്ട് സർവീസ് വാറണ്ടി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. സർവീസ് വാറണ്ടി എന്ന് പറഞ്ഞത് മാനുഫാക്ചറിങ് വാറണ്ടിയാണ്. അതായത് കമ്പനിയുടെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മൈക്ക് സ്പീക്കർ വർക്ക് ചെയ്യാതിരിക്കുക, ഓട്ടോ ടച്ച്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് 1 വർഷം വരെ അതിന് വാറണ്ടി ഉണ്ട്. അപ്പോൾ അതിന് 1 വർഷത്തിനകത്ത് നമ്മൾ ഈ എന്താണോ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ GST ബില്ല് സഹിതം സർവീസ് സെൻറ്ററിൽ മൊബൈൽ കൊണ്ടുപോയി കാണിക്കുകയാണെങ്കിൽ അവരത് ശരിയാക്കി തരും. ശരിയാക്കാൻ പറ്റാത്തതാണെങ്കിൽ ഫോൺ തന്നെ റീപ്ലേസ്മെൻറ്റ് ചെയ്തു തരുന്ന ഒത്തിരി ബ്രാൻഡുണ്ട്. ഒരു കാരണവശാലും ഇത്തരം മൊബൈൽ കമ്പനികൾ നമുക്ക് സർവീസ് വാറണ്ടി അല്ലാതെ നമ്മളുടെ അടുത്ത് നിന്ന് ഫിസിക്കലായിട്ട് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ വാറണ്ടി തരത്തില്ല. അപ്പം നമ്മൾ ഈ ഗ്ലൂ ഒഴിച്ച് ഒട്ടിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞത് അത്രയും റിസ്ക് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അത്രയും പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കർവ്ഡ് ഗ്ലാസ് പെട്ടെന്ന് ബ്രോക്കൺ ആയി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഒട്ടിക്കുന്നതിനിടയ്ക്ക് ഗ്ലൂ ഇറങ്ങിപ്പോയാൽ ഡിസ്പ്ലേ തകരാറിലാവാനോ അല്ല സ്പീക്കർ തകരാറിലാവാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒട്ടിക്കുകയാണെങ്കിൽ കുഴപ്പവും ദോഷങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഫോൺ ഉപയോഗിക്കാവുന്നതാണ്. ഒട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മിക്കവാറും സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ പരിചയസമ്പന്നമായിട്ടുള്ള ആളുകളുള്ള മൊബൈൽ ഷോപ്പാണെങ്കിൽ അവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ അവർ വൃത്തിയായിട്ട് അത് ചെയ്തു തരും, ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു തരും. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വീഡിയോ ചെയ്യുന്നതെല്ലാം എൻ്റെ കയ്യിലുള്ള വിവോ എന്ന ബ്രാൻഡിൻ്റെ V27 5G എന്ന മോഡലാണ്. അപ്പോൾ ഇത് വരുന്നത് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. എടുത്തിട്ട് ഇപ്പോൾ ഒരു 2-2.5 വർഷം ആവാറായി. ഇതുവരെ ഞാൻ സ്ഥിരമായിട്ട് UV ഗ്ലാസ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിതുവരെ ഇങ്ങനത്തെ ഇത് ഒട്ടിക്കുന്നതിന് യാതൊരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഒട്ടിച്ച് കൊടുക്കുന്നതാണ്. എൻ്റെ ഫോണിലും ഞാൻ തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ഇതിന് യാതൊരുവിധ ഭംഗമോ വരാനുള്ള ചാൻസ് ഇല്ല. ഈ UV ലൈറ്റിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ അവർക്കുള്ള അറിവിലേക്കായിട്ട് UV ലൈറ്റിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നമ്മൾ ഈ അടിക്കുന്ന UV ലൈറ്റ് എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് ലൈറ്റാണ്. അതിനകത്തു നിന്നൊരു ഹീറ്റാണ് വരിക. അപ്പോൾ ഈ ഹീറ്റ് അടിച്ചിട്ടാണ് ആ ഗ്ലൂ ഒട്ടുന്നത്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി UV ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മറക്കാതെ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.